പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണിത്. 1. 18ാം ലോകസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ വിജയിച്ച സ്ഥാനാർത്ഥി ആരാണ്? അത് മുകേഷ് ദലാൽ. BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിലെ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിലേഷ് കുംഭാനിയുടെ പത്രിക തള്ളുകയും മറ്റ് സ്ഥാനാർത്ഥികൾ പത്രികകൾ പിൻവലിക്കുകയും ചെയ്തതിനെ തുടർന്ന് വിജയിച്ചതാണ്. അവരുടെ പേര് മുകേഷ് ദലാൽ എന്നാണ്. മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് മുകേഷ് ദലാൽ. ഇനി അടുത്തത്, ബാംഗ്ലൂരിൽ നിന്നുള്ള നിഖിൽ കാമത്ത് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എങ്ങനെയാണ്? അത് ഹോബ്സ് മാസികയുടെ 2024 200 ഇന്ത്യക്കാരായ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി 37 വയസ്സ്. ബാംഗ്ലൂരിലെ നിഖിൽ കാമത്ത് വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? ഫോബ്സ് മാസികയുടെ 2024 200 ഇന്ത്യക്കാരായ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. അടുത്ത ചോദ്യം, IPLന്റെ ചരിത്രത്തിൽ 100 ക്യാച്ചുകളും 100 വിക്കറ്റുകളും 1000 റൺസും നേടിയ ആദ്യത്തെ ക്രിക്കറ്റ് താരം ആരാണ്? രവീന്ദ്ര ജഡേജ. IPLന്റെ ചരിത്രത്തിൽ 100 ക്യാച്ച് 100 വിക്കറ്റ് 100 റൺസ് നേടിയത് രവീന്ദ്ര ജഡേജ. അടുത്തത്, രാമകൃഷ്ണ മഠത്തിൻ്റെയും മിഷൻ്റെയും അധ്യക്ഷനായിട്ട് ചുമതലയേറ്റത് ഗൗതമാനന്ദയാണ്. സ്വാമി ഗൗതമാനന്ദ. രാമകൃഷ്ണ മഠം മിഷൻ ഇതിൻ്റെ എല്ലാം അധ്യക്ഷനാണ് സ്വാമി ഗൗതമാനന്ദ. അടുത്തത്, ശ്രീലങ്കയിലെ ഏത് വിമാനത്താവളമാണ് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭത്തിന് പാട്ടത്തിന് കൊടുത്തത്? മട്ടല മഹീന്ദ്ര രാജാപക്സെ വിമാനത്താവളമാണ്. മട്ടല മഹീന്ദ്ര രാജാപക്സെ വിമാനത്താവളം. അടുത്തത്, വോട്ടിംഗ് യന്ത്രത്തിൻ്റെ VVPAT സ്ലിപ്പുകൾ മുഴുവൻ എണ്ണണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. VVPATൻ്റെ പൂർണ്ണരൂപം വോട്ടർ വെരിഫിയേബിൾ പേപ്പർ ഓഡിറ്റ്. VVPAT അതിൻ്റെ പേര് വോട്ടർ വെരിഫിയബിൾ പേപ്പർ ഓഡിറ്റ്. ഇനി അലഹാന്ദ്ര മരീസ റോഡ്രിഗ്വേസ് വാർത്താ പ്രാധാന്യം നേടിയത് 2024 മിസ് യൂണിവേഴ്സ് ബ്യൂണസ് ഐറസ് ആയിട്ട് 60ാം വയസ്സിൽ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. മരീസ 60ാം വയസ്സിൽ മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ജേതാക്കൾ. സ്പോർട്സ് ഓഫ് ദ ഇയർ അതായത് നൊവാക്ക് ദോക്യോവിച്ച്. 1 നൊവാക്ക് ദോക്യോവിച്ച്. വുമൺ ആണെങ്കിൽ ഐറ്റാന. മാൻ ആണെങ്കിൽ നൊവാക്ക് ദോക്യോവിച്ച്. വുമൺ ആണെങ്കിൽ ഐറ്റാന. 2024 ലോറസ് വേൾഡ് സ്പോർട്സ് ആണ് പറയുന്നത്. ലോറസ് വേൾഡ് സ്പോർട്സ്. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്പ് തുറമുഖം പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം ഏതാണ്? അത് ബാംഗ്ലൂരിൽ നിന്ന് പുറത്തിറക്കിയ കമ്പനി ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജീസ്. അടുത്തത്, അലഹാന്ദ്ര മരീസ മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. രാജാ രവിവർമ്മയുടെ ഏത് ചിത്രത്തിനാണ് 2024 ഏപ്രിൽ 17 കോടി രൂപ ലേലത്തിൽ പോയത്? മോഹിനി എന്നുള്ളതാണ്. മോഹിനി. ഈജിപ്തിൻ്റെ ഏത് ഫറവോയുടെ ശവകുടീരം തുറന്നു പരിശോധിച്ചവരുടെ മരണകാരണമാണ് വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്? തൂത്തൻ ഖാമൻ. ഈജിപ്തിലെ ഏത് ഫറവോയുടെ ശവകുടീരം തുറന്നു പരിശോധിച്ചത്? തൂത്തൻ ഖാമൻ്റെയാണ്. തൂത്തൻ ഖാമൻ. അടുത്തത്, 2 പതിറ്റാണ്ടായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഏത് പാലസ്തീൻ സാഹിത്യകാരനാണ് 2024 അറബി സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത്? ഖാസിം ആണ്. ഖാസിം. അടുത്തത്, 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ്. ഫ്രാൻസിൻ്റെ സ്ട്രാസ്ബർഗ് ആണ്. അടുത്തത്, ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആരാണ്? ഷെയ്ൻ വാട്സൺ. വിന്നേഴ്സ് മൈൻഡ് സെറ്റ് ഷെയ്ൻ വാട്സൻ്റെതാണ്. 2 പതിറ്റാണ്ടായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പാലസ്തീൻ സാഹിത്യകാരൻ 2024 അറബ് സാഹിത്യത്തിൻ്റെ പുരസ്കാരം നേടിയതാരാണ്? ഖാസിം ആണ്. ഖാസിം. അടുത്തത്, 2024 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ.
ഇനി ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3. മാധ്യമ സ്വാതന്ത്ര്യ ദിനം മെയ് 3. ചന്ദ്രൻ്റെ മറുപുറത്തു നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തിക്കുന്നതിനുള്ള ദൗത്യം ചൈന 2024 മെയ്യിൽ വിജയകരമായി വിക്ഷേപിച്ചതിൻ്റെ പേരാണ് ചാങ്യി 6. ചന്ദ്രൻ്റെ മറുപുറത്തു നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തിക്കുന്നതിനുള്ള ദൗത്യം ചൈന 2024 മെയ്യിൽ വിജയകരമായി വിക്ഷേപിച്ചതിൻ്റെ പേരാണ് ചാങ്യി 6. അടുത്തത് ഇന്ത്യയിലെ യുണിസെഫ് അംബാസഡറായി നിയമിക്കപ്പെട്ട ബോളിവുഡ് നടിയാണ് കരീന കപൂറാണ്. യുണിസെഫ് അംബാസഡറായി നിയമിക്കപ്പെട്ട ബോളിവുഡ് നടിയാണ് കരീന കപൂർ.